എന്റെ പുറകെ എന്നിട്ട് ഓടിക്കരുത്. ആന്റി ആന്റി നീ எங்க இருக்கு அடிமுடி பாத்து போயா இங்க பொண்டாட்டி மட்டுமே இருக்கிற வீடு எதுவுமே இல்லையா നീ അവിടെ വരെ ഓടുകൂടാ. கடவுளே இவரா ஐயோ ரோஜா രാജകുമാരി രോജാ രാവിലെ തന്നെ അവിടെ പോണ്ട. എടോ കിളി ആ ഇടിമതിന്റെ പുറകെ ഉണ്ട്. അയാൾ ചോദിക്കണേ ഞാൻ ഈ വഴി തുരുത്തിലേക്ക് പോയി പറഞ്ഞു. എന്നിട്ട് നീ എവിടെ പോണം? ഞാൻ ആ പൊളിഞ്ഞ വായനശാല ഉണ്ടാവും. ഓരോരുത്തന്മാര് രാവിലെ തന്നെ വരും. ടീച്ചിങ്സിനുള്ള ഒപ്പിക്കുന്ന സമയത്താണ്. ഇവനേതാണ്? എന്താ ഓടണേ? ஏண்ணை இந்த பைத்தியக்காரன் பின்னாடி வந்துருக்கு. நான் எங்கேயாவது போய் ஒளிஞ்சிடணும். அப்படியா? அங்க ஒரு பொளிஞ்ச பில்டிங் இருக்கு. அங்க போய் ஒளிஞ்சிக்கோ. ഞാൻ പാത്തിരിക്കേ. താങ്ക്സ് അണ്ണാ. നന്ദി. ഏതാണ് ഇവനൊക്കെ? എവിടെ പോയി ഇവൻ? എടോ കിളി. ആ മധുചേർന്നാ? ഇതിലാരെങ്കിലും ഓടി വന്നായിരുന്നാ? ആ രണ്ടാമന്മാര് പൊളിഞ്ഞ ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. ആഹാ ഈ രണ്ടാമത്തവൻ ഏതാണ്? അല്ല എന്താ പ്രശ്നം? എന്നാലും എന്റെ മാല എടുത്തവനെന്റെ കൈ കിട്ടുന്ന വെച്ചെങ്കിൽ ഷൈലേ അറിഞ്ഞ ജലജയുടെ മോനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അമ്മ വേലിയാടിയാലേ മക്കള് മതിലിയാടാതിരിക്കോ? പെണ്ണ് ഏതോ കമ്പനിയിലെ അച്ചാറെന്നൊക്കെ പറയുന്നുണ്ട്. അച്ചാറാ? ഓ അച്ചാറല്ല എച്ചാറ്. അതുങ്ങൾക്കൊന്നും വലിയ ശമ്പളമൊന്നും ഉണ്ടാവൂലെന്നേ. ഇവിടെ വിഷ്ണുവിനെ എപ്പോഴും വിളിക്കാറുണ്ട്. ആര്? എച്ചാർ പെണ്ണുങ്ങള് ഭയങ്കര ശല്യമാണെന്ന്. പറഞ്ഞു തീർന്നില്ല ഷൈല. ഇതേ ആള് വരുന്നുണ്ട്. എല്ലാരും ഒന്ന് കാണിക്കണം. ആ ജലചേച്ചി ഇവളാ? എങ്ങോട്ടാ പുതിയ സാരിയൊക്കെ കൊടുത്ത്? പുതിയ മാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതേ ഇന്നലെ എന്റെ മോൻ വാങ്ങി തന്നതാ. നല്ലതാണാ ഈ മാല? അയ്യോ ഓടിവാ, നമ്മുടെ മാല കിട്ടി. ശരിയാക്കി താടി ഞാൻ. അയ്യോ വിടടി, ഇതെന്റെ മോൻ വാങ്ങി തന്നതാ. എടി എന്നെ വിടടി. അടങ്ങി നിക്കടി അവിടെ. ശൈലേ വിട്. എന്താണ് നീ കാണിക്കുന്നത്? ദേ നമ്മുടെ മാല കിട്ടി. ഇതെന്റെ മോൻ മേടിച്ചെന്ന മാലയടി. എന്റെ മോൻ ഇതല്ലേ നമ്മുടെ മാല? ആഹാ ഇതെവിടുന്ന് കിട്ടി ചേച്ചി മാല? ഇതെന്റെ മോൻ മേടിച്ചു തന്നതാണ്. എന്നിട്ട് അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ വല്ല പറമ്പിലും ഉണ്ടാവും. എവിടെയാ? ഞാൻ പറമ്പിലാവേ. ആണോ? ഞാനേ ലഞ്ചിന് മാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേഗം വരോ? ആണാ? വേഗം വരട്ടെ വാവേ. ഒരു ഉമ്മ വരോ? ഇപ്പഴാ? പറമ്പിലിരുന്ന് ഉമ്മ നോക്കാണ് നീ ആരുടെ ഉമ്മറ? തനിക്കെന്തോ പ്രാന്താ? ജോലിയും കൂലി ഇല്ലാത്ത നീ എങ്ങനെയാടാ നിന്റെ അമ്മയ്ക്ക് മാല ഒടിച്ചു കൊടുക്കണത്? അത് തനിക്കെന്തോ? എനിക്കെന്താന്നല്ലേ? എന്റെ ഗാബിൾ താമരയിലമ്മച്ചി അറിയിച്ചു തരടേ. എന്റെ മാല എടുത്തിട്ട് എനിക്കെന്താന്നാ? ഒന്ന് പോടും. ഇതൊക്കെ വട്ടായ തല്ലാൻ വേണ്ടി നിക്കടവിടെ. നിന്നെ ഞാൻ ഉമ്മ വെപ്പിക്കട. മധുവിനെ പറ്റിക്കറയിലട നീയൊക്കെ. ഓ ഇവിടെ മൊത്തം ചെല്ലിയാണല്ലോ. ആ കാലമട കാണാൻ ചെയ്താൽ മതിയായിരുന്നു. ഇവനേതാണ്? നാശം. ഓരോരുത്തർമാർക്കും വരാൻ കണ്ട നേരം. ഇങ്ങ വിളിക്കലാം. ഇവിടെ വല്ല പാമ്പും കാണും. അവൻ പോയാവോ? കടവുളേ എപ്പിടിയാവളെ കാപ്പാത്തുങ്കോ. ഓരോരുത്തർ അതെ. നീ ഏതാടാ? അണ്ണാ ഒരു പൈത്യക്കാരൻ പിന്നാടി വന്നിട്ട് ഇருக்கு. ആണാ? അപ്പൊ സെയിം പിച്ചി. വാ നമുക്ക് ഒരുമിച്ച് നോക്കാം. അന്ത പൈത്യം വേറെ വഴിയേ പോയി നിനക്കേ. എന്റെ പുറകെ ഉള്ളവനെയും കാണാനില്ല. പിന്നെ അവനവിടെ പോയി. இந்த பைத்தியம் உடும்பு மாதிரியே இருக்கு. എന്റെ അമ്മ മാല മൂശിദേവ 2 വർഷമാണ് ശിക്ഷ. പവൻ കണക്കിനാണ് ശിക്ഷിക്കാനായിട്ട്. ഞാനെങ്ങനെ ആയിരിക്കണം ജഡ്ജി? അല്ലാണ്ട് തന്നെ ഇങ്ങനെ. എന്താ മോളെ? ഒന്നുമില്ല. എന്നാലും ആ കുറ്റവാളികളുടെ അവസ്ഥ എന്തായിരിക്കും? അവനെ കൊന്നുകളഞ്ഞേക്ക് പോലീസുകാരാ. എന്താണ് അവ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്? ആ വന്നല്ല. അവനോട് ഞാൻ അന്നേ പറഞ്ഞാണ് ആ ചെക്കനായിട്ട് കൂട്ടുവേണ്ടെന്ന്.
അതിന് ഞാനിപ്പോ എന്താ ചെയ്തത്? നിന്റെ ആ ശോകേഷ് കുമാറില്ലേ, അവനാടാ അച്ഛന്റെ മാല എടുത്തത്. അവനാ? അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലമ്മേ. അവന് ബുദ്ധിയുണ്ട്. അവന്റെ ബുദ്ധി കുറയ്ക്കാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാ അച്ഛനെ പോയി അടിച്ച് പിഴിയുണ്ടാവും. ഞാനിപ്പോ ഒരു രക്ഷേ. ഓ, മീനൊന്നും കിട്ടിയില്ല. കുന്ത എന്നാലും അവന്റെ കയ്യിലാണ് മാല. ഇവർക്ക് മനസ്സിലായി. ആ കളിച്ചേട്ടാ, അച്ഛനെ അന്വേഷിച്ചു വന്നാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ആ, നിന്റെ അച്ഛനെ ശോകേശ് അന്വേഷിച്ചു വന്നിട്ടുണ്ടായി. എന്നിട്ട് പേടിക്കാനൊന്നുമില്ല, കൃത്യമായിട്ട് മതിച്ചേട്ടനെ അവന്റെ അടുത്ത് വിട്ടിട്ടുണ്ട്. ഓ, തന്നെ ഞാൻ ശരിയാക്കി തരാം. പോയിട്ട് വരട്ടേട്ടാ. നിന്നെ പറത്തി വിടാടാ കിളി. എല്ലായിടത്തും ഇടികൊണ്ട് കിടപ്പുണ്ടാവോ? എന്താ ചേട്ടാ ഒറ്റയ്ക്ക് ഇരിക്കണത്? ഒറ്റക്കല്ലടാ വിഷ്ണു, ഞങ്ങളും ഉണ്ട്. ഇതെന്ത് പറ്റി മോനെ? ഇതീ കൂടുതൽ എന്ത് പറ്റാൻ? ഇടുക്കി ഷെയറിന് ഇവനോട് ഉണ്ടായോണ്ട് രക്ഷപ്പെട്ടു. ഇവനേതാ? ഞാൻ അന്നൊരു തമിഴിന്റെ കാര്യം പറഞ്ഞില്ലേ, വന്നൊഴിക്ക് അവനെയും കിട്ടി. ഒരു വടിക്ക് 2 പക്ഷി. ആ മാല വഴി കിടന്ന് കിട്ടിയതാണ്. നീ കാലമാടനോട് ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞാണ്, വിശ്വസിക്കണ്ടേ? അച്ഛാ ഇവനെ ഇങ്ങനെയൊന്നും ചെയ്യൂല, എനിക്കറിഞ്ഞൂടെ? ആരോട് പറയാ? ഇതേ ഇവനായത് ഞങ്ങൾ അച്ഛനാ. നിനക്കുള്ളത് വന്നത് ഇവരെന്നെ പാത്തിട്ട് ഇരിക്കേ. നീങ്ങ വന്നേ. വാ എനിറ്റ് ഇവിടെ നിൽക്കട്ടാ. എങ്ങനെ മോനെ മാല റോട്ടിൽ വന്നേ? തെരിയാതണ്ണേ. തെരിയാതല്ലേ? ഈ താഴേക്ക് നോക്കി. കുട്ടിയെ വിഷമുള്ള പാമ്പുകളുടെ കിടപ്പ സ്ഥലമാണ്. ഒരു രാത്രി മുഴുവൻ മോനിവിടെ കെട്ടിയിട്ടെ. നാണാക്കുമണ്ണെ മാല എടുത്തു കള്ള. ആ, ഇപ്പൊ സത്യമൊക്കെ പുറത്തു വന്നല്ല. ബാക്കി പറ. അന്ത നാളിലെ മാല എടുത്ത് ഓടുമ്പോ ഒന്ന് പൈത്യക്കാരൻ നിന്റെ നീങ്കയല്ല, വേറെന്ത് പൈത്യക്കാരൻ സൈക്കിളിൽ വന്ന് എന്നെ ഇടിച്ചിടിച്ച്. ഞാൻ അപ്പടിയെ കാനക്കുള്ള വീടിടിച്ച്, മാലയും റോട്ടില് വീടിടിച്ച്. അപ്പത്താ ഇന്റെ പുറമ്പോക്ക് വന്ന മാല എടുത്തിട്ടേ. ആഹാ, ചാ ഇവനെ പിടിച്ചാ മുറി കൂട്ടിട്ടേ. ഇങ്ങോട്ട് പോടെ കേറാത്തോട്ട്. ഇതെടുക്കണ്ണേ നിന്റെ തല ഉടയ്ക്കാൻ. അതേ, കല്യാണം കഴിഞ്ഞോണ്ട് ചോദിക്കുക, നിന്റെ ആ ഭാഗത്ത് ഇടിയൊന്നും കിട്ടിയില്ലല്ലോ അല്ലേ? എല്ലാം പോയി. സാരില്ലടാ, നമുക്ക് വല്ല വൈദ്യന്മാരെ കാണിക്കാം. ഞാൻ അവരോട് എന്ത് പറയും? ഞാൻ അതിരാത്രി ഇന്നലെ കഴിഞ്ഞാണ് അല്ലേ?